പമ്പയിലും ശബരിമലയിലും പ്ലാസ്റ്റിക് റെയിൻ കോട്ടുകളുടെ വിൽപ്പന തടഞ്ഞ പോലീസ് 2 ദിവസമായി മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. പ്ലാസ്റ്റിക് നിരോധനമുള്ള മേഖലകളിൽ വിൽപ്പന നടത്തിയതിനാണ് പോലീസ് നടപടി. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, സന്നിധാനത്തും ഒക്കെ തന്നെ ശക്തമായ മഴ, പമ്പയിലും ശബരിമലയിലൊക്കെ, പക്ഷേ പ്ലാസ്റ്റിക് റെയിൻ കോട്ടുകൾ അതിൻ്റെ വിൽപ്പന നടന്നിരുന്നു. അതാണോ ഇപ്പോൾ പോലീസ് തടയുന്നത്? പോലീസ് തടഞ്ഞാൽ മറ്റ് സംവിധാനം എന്തെങ്കിലും അവിടെ ഏർപ്പാടാവുന്നുണ്ടോ? അല്ലെങ്കിൽ അത് അയ്യപ്പന്മാർ പ്ലാസ്റ്റിക് റെയിൻകോട്ട് ഇല്ല എങ്കിൽ പകരം എന്ത് സംവിധാനമാണ് അവിടെ ഉള്ളത്? മനോജ്. തീർച്ചയായും വിനോദ്, 2 ദിവസമായി തന്നെ മഴ തുടരുകയാണ്. സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ ആശ്രയിച്ചിരുന്നത് ഇത്തരത്തിലുള്ള റെയിൻ കോട്ടുകളായിരുന്നു, പ്ലാസ്റ്റിക് റെയിൻ കോട്ടുകളാണ്. ഇത് തന്നെ പമ്പയിലും അതോടൊപ്പം തന്നെ ശബരിമലയിലെ വിവിധ ഭാഗങ്ങളിലായി വിൽപ്പന നടത്തി വന്നിരുന്നു. എന്നാൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇടപെട്ട് ആ വിൽപ്പന തടഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ എല്ലാ ഭക്തജനങ്ങളും, അതായത് നിലവിൽ മഴ നനഞ്ഞ് കയറേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ആകെ വരുന്ന സമയത്ത് ആ നടപ്പന്തലിൽ മാത്രമാണ് മഴ കൊള്ളാതെ നിൽക്കാൻ പറ്റുന്നത്. അതിനുശേഷവും അതിന് മുമ്പും ഒക്കെ പല സ്ഥലങ്ങളിലും മഴ നനഞ്ഞ് മല കയറേണ്ടി വരുന്നു. എന്തായാലും 2 ദിവസമായി തന്നെ ശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് നേരിയ മഴയാണുള്ളത്. എന്തായാലും രാവിലെയും ദൃശ്യങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ മഴ തുടരുന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ റെയിൻകോട്ടിന്റെ വിൽപ്പന ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. എന്തായാലും മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഇതുവരെയും ഈ മഴയെ സംബന്ധിച്ച് ഒരുങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ പോലീസ് ഇടപെട്ട് എന്തായാലും വിവിധയിടങ്ങളിലായി വിറ്റുകൊണ്ടിരുന്ന ഈ റെയിൻകോട്ടുകൾ പലതും പിടിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ വിൽപ്പന തടഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഭക്തരൊക്കെ തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ, അതായത് ഈ യാത്രക്കിടെ ഇവിടെ പമ്പയിലെത്തിയാണ് അവർ ഇവിടെ റെയിൻകോട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഇപ്പോൾ കിട്ടാനില്ലാത്തത്. തുടർന്നാണ് ഈ ഭക്തർ മല കയറുന്നത്. എന്തായാലും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ മല ചവിട്ടി കയറുമ്പോൾ ഈ മഴ ഇങ്ങനെ തുടരുന്നത് അത് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഇതിന് മറ്റൊരു സംവിധാനം ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊന്നും തന്നെ അധികൃതർ അറിയിച്ചിട്ടില്ല. ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേരത്തെയും പ്ലാസ്റ്റിക്കിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് നിരോധിത മേഖലയായതുകൊണ്ടാണ് ഈ റെയിൻകോട്ടുകൾ വിൽക്കാൻ അനുവദിക്കാത്തതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് വിനോദ്. അപ്പോൾ ഈ റെയിൻകോട്ടുകളുടെ വിൽപ്പന തടയുമ്പോൾ സ്വാഭാവികമായും അയ്യപ്പന്മാർക്ക് മറ്റ് സംവിധാനങ്ങളില്ലാത്ത ഒരു പ്രയാസം അനുഭവപ്പെടുമല്ലോ. റെയിൻകോട്ടുകൾ അവിടെ ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യം തടയുകയല്ലേ വേണ്ടത്? ഇത്തരത്തിൽ റെയിൻകോട്ടുകൾ സമ്പൂർണ്ണമായി തടഞ്ഞാൽ അയ്യപ്പന്മാർ മഴ നനഞ്ഞ് അല്ലെങ്കിൽ മഴയെ പ്രതിരോധിക്കാൻ മറ്റ് സംവിധാനങ്ങളില്ലാതെ വരില്ലേ മനോജ്? ഇത്തരത്തിൽ വാങ്ങുന്ന റെയിൻകോട്ടുകൾ ഇവിടെ ശബരിമലയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉപേക്ഷിക്കാതെ അല്ലെങ്കിൽ തിരികെ കൊണ്ടുപോകുക, അങ്ങനെ ഉള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി കൊടുത്താൽ അത് ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഈ റെയിൻകോട്ടുകളുമായി ഇവിടെ എത്തി ദർശനം നടത്തിയ ശേഷം തിരിച്ചു പോകാൻ സാധിക്കും. പക്ഷേ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാതെ പൂർണ്ണമായും റെയിൻകോട്ടുകൾ വിൽക്കുന്നത് തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിലൊരു സംവിധാനം ആവശ്യമാണ്. കാരണം ഈ 2 ദിവസമായി ഈ മണ്ഡലകാലത്തെ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് പെയ്തിരിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം നിരവധി ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്, തിരക്ക് കൂടുതലായി അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മഴ ഒരു പ്രതികൂല ഒരു കാലാവസ്ഥ നിലനിൽക്കുന്നത്. അവിടേക്ക് കുട്ടികളുമായി എത്തുന്ന ഭക്തർക്കൊക്കെ ഇത്തരത്തിൽ റെയിൻകോട്ട് ഇല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അസുഖങ്ങൾ പലർക്കും തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ, അതായത് കാലാവസ്ഥയുടെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിൽ ഇവിടേക്ക് എത്തുന്ന സമയം റെയിൻകോട്ടുകളായിരുന്നു ആശ്രയം ഉണ്ടായിരുന്നത്. എന്തായാലും ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത്, അത്തരത്തിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള റെയിൻകോട്ടുകൾ ശബരിമലയിൽ ഉപേക്ഷിച്ചു പോകുന്നത് തടയുക എന്നതാണ് പോലീസിന് സ്വീകരിക്കാവുന്ന, അല്ലെങ്കിൽ അതിനെ മാറ്റം ചെയ്യുവാനുള്ള സംവിധാനമാണ് നോക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വിൽപ്പനയാണ് തടഞ്ഞിരിക്കുന്നത് വിനോദ്. തീർച്ചയായും ശബരിമലയിൽ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ പേരിൽ അവിടെ വിൽപ്പന നടത്തിയിരുന്ന മഴക്കോട്ടുകൾ, പ്ലാസ്റ്റിക് മഴക്കോട്ടുകൾ പോലീസ് അതിൻ്റെ വിൽപ്പന കർശനമായി തടയുകയാണ്. പക്ഷേ അയ്യപ്പന്മാർക്ക് പകരം മഴക്കാലത്ത് അതിനെ പ്രതിരോധിക്കാൻ സംവിധാനവുമില്ല. ഇത്തരത്തിലുള്ള പ്രയാസമാണ് ഇപ്പോൾ സന്നിധാനത്തും പമ്പയിലും ഒക്കെ തന്നെ നേരിടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.